ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറും കൂടെ വേണം. ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ലേശം വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് ലേശം. അധികം വെള്ളം വേണ്ടത് ഉരുട്ടിയെടുക്കാനുണ്ട് നമുക്ക്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ അരച്ചൊക്കെ വെച്ചു. ഇനി ഇതൊരു പാത്രത്തിലോട്ടാക്കാം. ഇങ്ങനെ ചപ്പാത്തി പലക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കണം. മധുരം വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടാം. നമ്മൾ തേങ്ങ മാത്രമേ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി വെക്കാം. നമ്മൾ തേങ്ങയെല്ലാം വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് കൈ വെച്ച് ഇങ്ങനെ അതി വെച്ച് തന്നെ പ്രസ് ചെയ്ത് പരുത്തിയതാണ്. പിന്നെ ഇതെങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. നമുക്ക് ഉരുട്ടിയിട്ട് വേണമെങ്കിലും തേങ്ങ വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെച്ചത്. നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം. ഒരു 1/2 മണിക്കൂർ ഇത് വേവും. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ അടയൊക്കെ പൂവടയെന്നാണ് പറയുന്നത് ഇതിന്. ഈ അടയൊക്കെ ഒന്ന് വെന്തോണ്ടിരിക്കുവാണ്. ഇത് വെന്തെന്ന് തോന്നുന്നു. നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് പൂവട. ഇതൊരു ഷേപ്പൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും ഇങ്ങനെ നൈസായിട്ട് ഒന്ന് പരത്തിയിട്ട് ഇച്ചിരി നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് ഞാനിങ്ങനെയാണ് തയ്യാറാക്കി വെക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി തയ്യാറാക്കാം. ഇതിനകത്ത് വലിയ ചേരുവയൊന്നുമില്ല. ഈ അട തയ്യാറാക്കാൻ എളുപ്പമാണ്. അരിപ്പൊടിയും കുറച്ച് ചോറും തേങ്ങയൊക്കെ മതി. ഇതിങ്ങനെ ഒന്ന് നൈസ് ഇച്ചിരി കട്ടി കൂടിപ്പോയി. ചെറുതായി നൈസായിട്ട് പരത്തിയിട്ട് തേങ്ങയും മധുരം വേണമെങ്കിൽ മധുരം വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല ഇതാണ്, സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അധികം ചേരുവകളൊന്നുമില്ല. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ പാനകത്ത് ചുട്ടെടുക്കാനും പറ്റും. നമ്മളിത് പുഴുങ്ങിയെടുത്തതാണ്. ഇത് വീട്ടിൽ എളുപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായിരിക്കും മുതിർന്നവർക്കായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരടയാണ്. ഇത് പൂവട എന്ന് പറയും ഇതിന്.
എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.